ആശ്വസിക്കാൻ വരട്ടെ. കാരണം ഈ ഭീകരവാദത്തെയൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു നേതാവ് ഇപ്പൊ കഴിഞ്ഞ ആ ഒരു ദിവസങ്ങളിൽ ആ ഒരു പാകിസ്ഥാന്റെ ആ ഒരു ജനഹൃദയങ്ങളിലേക്ക് നമ്മുടെ ആ ഒരു പ്രസംഗമുണ്ടല്ലോ, ഭയങ്കര ഗാംഭീര്യമുള്ള ആ ഒരു പ്രസംഗം, ആ പ്രസംഗം അങ്ങോട്ട് അവതരിപ്പിച്ചു. അതിന്റെ ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പണി അവിടെ തുടർന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന ഭീകര മഹാൻ കരഞ്ഞുകൊണ്ടാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. കുടുംബത്തിൽ നിന്ന് 14 പേരാണ് നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടത്. എന്തിനാണ് ഈ ദുനിയാവിൽ ഞാൻ, എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നുള്ള രൂപത്തിൽ. അപ്പോ ഇന്ന് ആ ഭീകരവാദികളുടെ ആ ഒരു നേതാവ് കാണ്ഡഹാറിൽ നമ്മുടെ ആ ഒരു വിമാനം പിടിച്ചെടുത്ത ആ ഒരു മുൾമുനയിൽ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു സൈനികരെയും മറ്റ് ആ ഒരു കേന്ദ്ര സർക്കാരിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ ആ ഒരു കാണ്ഡഹാറിൽ നടന്ന വിമാന റാഞ്ചലിന്റെ നേതാവ്, ആ വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് നയിച്ച, ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച ആ ഒരു ദാവൂദ് ഇബ്രാഹിമിന്റെ ആ ഒരു അനുയായികളും ദാവൂദ് ഇബ്രാഹിം ഒക്കെ ഈ പറയുന്ന ആ മലയോര പ്രദേശങ്ങളിൽ നിന്നും ഏതോ സ്ഥലത്തേക്ക് മുങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാനിൽ ഉണ്ടായ ഈ ഇന്ത്യയുടെ ആക്രമണങ്ങൾ, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് പുറത്ത് വന്നിട്ടില്ല. അത് വന്നാൽ അറിയാം എത്ര പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ഓപ്പറേഷനാണ് ആ ഒരു സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ. പാകിസ്ഥാനികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര ഭീകരവാദികളാണ് മരണപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോ 2-3 ദിവസം മുമ്പ്, 2 ദിവസമായിരിക്കണം, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, ആ വ്യക്തി വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, പരിഹസിക്കുന്ന രൂപത്തിൽ. ആ വ്യക്തി പറയുന്നത് എന്താ, അരേ നരേന്ദ്രമോദി, അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിർവഹിക്കും, ഞങ്ങൾ ആ കാര്യം നിർവഹിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പടച്ചവൻ ഷഹീദിന്റെ കൂലി തരും, ഞങ്ങൾക്ക് മരിക്കുന്നതിൽ യാതൊരുവിധ പേടിയുമില്ല നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞത്, അതും പരിഹസിച്ചിട്ട്. പക്ഷേ ഏക് ഹിസാബ് ബാക്കി ഹേ നരേന്ദ്രമോദി യാദ് രഖോ എന്നൊക്കെ എന്നുവെച്ചാൽ ഒരു കണക്ക് ബാക്കിയുണ്ട്, അത് ഓർമ്മയിൽ ഇരുന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഭീഷണി സ്വരത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും ആ രാജ്യം ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫും ഒക്കെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ? ഇവിടെ ഒട്ടുമിക്ക ആളുകളും വളരെ രഹസ്യമായിട്ട് ഇന്ത്യക്ക് എതിരെ പ്രവർത്തിക്കുന്ന രൂപങ്ങളിലേക്കൊക്കെ എത്തി. പക്ഷെ ഈ പറയപ്പെട്ട ആളുകളിൽ അവർ മണിക്കൂറുകൾക്കുള്ളിലാണ് പിടിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ നിർമ്മിക്കപ്പെട്ട വിക്രാന്ത്, അത് എവിടെയാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു അമുസ്ലിമിന്റെ പേര് പറഞ്ഞ് ആ ഒരു വ്യോമസേന ആ കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട്, നാവികസേന കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് ആ ഒരു വിക്രാന്ത് ഷിപ്പ് എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് കിടക്കുന്നത് എന്ന് ഫോണിലൂടെ വിളിച്ച് ചോദിച്ച ആ ഒരു മൊയ്ന്തിനെ കുറിച്ച് ഇന്ന് ന്യൂസിൽ വന്നു. നമ്മുടെ തൊട്ടടുത്ത് എലത്തൂരിൽ ആ ഒരു ഷാരൂഖ് ഷെയ്ഫി ട്രെയിനിന് തീയിട്ട അതേ സ്പോട്ടിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ ഇന്ന് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന്
അത് വലിയ ന്യൂസായി മാറി എന്നുള്ളതാണ്. ആ വ്യക്തിയെ പിടിച്ചു. ഒരു മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യമുണ്ടായി? ആർക്കോ വേണ്ടി, അതല്ലെങ്കിൽ ആ വ്യക്തി തമാശ രൂപത്തിൽ ചെയ്തതാണെങ്കിലും ഇത്രയും വലിയ ആ ഒരു യുദ്ധത്തിന്റെ മുഖാമുഖം നിൽക്കുന്ന ആ ഒരു സംഭവം ഇന്ന് ലോക ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു മലയാളി നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു രഹസ്യ സംഭവം അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ തമാശ രൂപത്തിൽ ചെയ്തതാണോ എന്ന് ഇനി NIA കയ്യിൽ കിട്ടിയാൽ കൃത്യമായിട്ട് അത് വെളിച്ചത്ത് വരും എന്നുള്ളതാണ്. എന്തായാലും വളരെ സങ്കടം തോന്നി. ചില ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കമന്റുകൾ ചെയ്യുന്നുണ്ട്. ആ കമന്റിലൊക്കെ പറയുന്നത് കൂടിയ ഇനം അടിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷെ എല്ലാം അങ്ങനെ തള്ളി വിടാനൊന്നും കഴിയില്ല. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ കൃത്യമായിട്ട് എവിഡൻസോട് കൂടി തന്നെയാണ് ഈ വ്യക്തിയെ ഇന്ന് എലത്തൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, പോർച്ചുഗീസ് ശ്രമങ്ങൾക്കെതിരെ 1498 മുതൽ 1583 വരെ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ പിൻബലത്തോടെ കുഞ്ഞാലിമരക്കാർ നാവികസേന നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ വിവരങ്ങൾ അറബിലെഴുതിയ ഈ കൃതിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ലിസ്ബണിലാണ് ഇത് ആദ്യമായി അച്ചടിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഈ ഗ്രന്ഥത്തിന്റെ ഒരു പകർപ്പ് കെയ്റോ അൽ അസ്ഹർ, മനസ്സിലായോ? ഇപ്പൊ ഞാൻ അൽ കേരളം എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തപ്പോ എന്റെ വാക്കുകൾ കേട്ട ഒരു വ്യക്തിക്ക് അത് വലിയ ഒരു കടന്ന കൈയായിപ്പോയി. കാരണം അൽ കേരളം എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു മുസ്ലിം ഫീൽ ചെയ്യുന്നു ആ വ്യക്തിക്ക്. ഞാൻ നാളെ ചിലപ്പോൾ വേറെ ചാനൽ തുടങ്ങും, അൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. എന്താ പ്രശ്നം? അൽ ഇന്ത്യ ഒരു ഇന്ത്യ, അൽ കേരളം ഒരു കേരളം, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഭാഷയുടെ ഉച്ചാരണം അറിയാതെ അതിനെ മതവൽക്കരിച്ച് കാണുന്ന നിന്റെയൊക്കെ മനസ്സിനെയാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ അൽ അസ്ഹർ സർവകലാശാലയുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കേരളത്തിലെ മാപ്പിള മുസ്ലിം സമുദായത്തിന്റെ ചരിത്രവും പൊതുവർഷം 16-ാം നൂറ്റാണ്ടിലെ മലബാർ തീരത്തിന്റെ പൊതുവായ അവസ്ഥയും തുഹ്ഫത്തുൽ മുജാഹിദീൻ വിവരിക്കുന്നുണ്ട്. പോർച്ചുഗീസ് യുഗത്തിന്റെ അവസാനത്തോടെ അറബികൾ മലബാർ തീരത്തെ വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ പോർച്ചുഗീസുകാർ കുത്തക സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ കോഴിക്കോട്ടെ സാമൂതിരി ഭരണാധികാരിയുമായുള്ള കൈപ്പേറിയ നാവിക യുദ്ധങ്ങൾ ഒരു ധാരണ കാഴ്ചയായി മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു നാട് അക്കാലത്തും ഒട്ടും പിറകിലല്ല. അവിടെ മതവൽക്കരിച്ചുകൊണ്ട് ഒരാളും പിറകോട്ട് പോയില്ല. ബ്രിട്ടീഷ് സൈന്യത്തെ അവരുടെ ജീവനും ജീവിതവും എല്ലാം ഒഴിഞ്ഞു വെച്ച് ആ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾ, അതിനുശേഷമുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് സ്വതന്ത്ര ഭാരതം എന്നുള്ള ആ ഒരു വാക്കിലൂടെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ കാത്തു സംരക്ഷിക്കുന്നു, ഞാൻ പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാൻ വിരൽ ചൂണ്ടി ശബ്ദത്തോടു കൂടി സംസാരിക്കാൻ കഴിവ് ഉണ്ടായത് നമ്മുടെ പൂർവികന്മാർ മറ്റേ ബ്രിട്ടീഷുകാരുമായിട്ട് പടപൊരുതി അവരെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയത് കൊണ്ടാണ്. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ചരിത്രം കൃത്യമായിട്ട് പഠിച്ചാൽ ഏത് രാജാക്കന്മാരുടെ കീഴിലാണെങ്കിലും എല്ലാ മതസ്ഥരും അവരവരുടെ ജോലിയിൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ സേവനങ്ങൾ കൃത്യതയോടെ അവർ സൂക്ഷ്മതയോടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു സാധാരണയായി കാഴ്ചയായി മാറി എന്നുള്ളത്. പോർച്ചുഗീസ് നാവികസേന കേരളത്തിലെ മുസ്ലിം ആധിപത്യമുള്ള തുറമുഖ പട്ടണങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയിൽ കയറിയിട്ടാ ചെയ്തത്. മുസ്ലിങ്ങളുടെ ആ ഒരു സ്വത്തുക്കൾ ഈ പറയുന്ന പോർച്ചുഗീസുകാർ കൊള്ളയടിച്ചു.
വ്യാപാര വസ്തുക്കൾ അടങ്ങിയ കപ്പലുകൾ പലപ്പോഴും കപ്പലിലെ ജീവനക്കാർക്കൊപ്പം മുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഈ പ്രവർത്തനങ്ങൾ ദീർഘാടിസ്ഥാനത്തിൽ 500 വർഷത്തിലേറെയായി ആധിപത്യം പുലർത്തിയിരുന്ന സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ നിയന്ത്രണം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമായി. പോർച്ചുഗീസുകാർക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ സമ്പന്നരായ മുസ്ലിം വ്യാപാരികൾ വാണിജ്യത്തിന് ബദൽ തൊഴിലുകൾ തേടി ഉൾനാടുകളിലേക്ക് തെക്കൻ ഉൾനാടൻ മലബാർ തിരിഞ്ഞതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്ത് മനസ്സിലായി? അപ്പോ ഈ രാജ്യത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക സമ്പത്തും പോർച്ചുഗീസുകാരായിട്ടുള്ള ആളുകൾ അടിച്ചു മാറ്റി അതിവിദഗ്ധമായിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു കപ്പലും അവരുടെ ആ ഒരു സാധനങ്ങളും കയറ്റുമതി ചെയ്ത സാധനങ്ങളുമൊക്കെ കടലിൽ മുക്കിക്കൊണ്ട് അവരെ ആ ഒരു സാമ്പത്തികമായിട്ട് അവരെ വല്ലാതെ അടിച്ചമർത്തി എന്നുള്ളതാണ്. ഒരു മിനിറ്റ്.